അപകടം നടന്ന കർണാടകയിലെ ഷിരൂരിൽ ഏറെ നാളുകളായി തുടരുന്ന ലോറി ഉടമ മനാഫിന് നേരെ വലിയ ആരോപണങ്ങളാണിപ്പോൾ ഉയർന്നു വരുന്നത്. കർണാടകയിൽ കോടികൾ വാരി എറിയുകയാണ് മനാഫെന്നും മനാഫ് ഇനിയും ഷിരൂരിൽ നിൽക്കേണ്ടതില്ലെന്നും കർണാടക പോലീസ് പറഞ്ഞതായും ചില റിപ്പോർട്ടുകളുണ്ട്. ഈശ്വർ മാൽപേ സംഘത്തെ കർണാടക സർക്കാരിന്റെ അനുമതി ഇല്ലാതെ തെരച്ചിലിന് ഇറക്കുന്നു. മറ്റ് പലരെയും അവിടെ എത്തിച്ച് തെരച്ചിൽ നടത്താൻ നീക്കം നടത്തുന്നു. മനാഫ് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത്. ലോറി പുറത്ത് എടുത്താലും ഇല്ലെങ്കിലും ഇൻഷുറൻസ് തുക ലഭിക്കും. പിന്നെ എന്തിനു വേണ്ടി ലോറിയുടെ ഉടമ കോടികൾ ചെലവാക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. മനാഫിന്റെ പ്രവൃത്തികളിൽ കർണാടക പോലീസിനും സംശയമുണ്ടെന്നാണ് പറയുന്നത്. മനാഫിന്റെ ബിസിനസ് എല്ലാം മലേഷ്യയിലാണ്. ബിസിനസ്സും കുടുംബത്തെയും വിട്ട് ഒരു മാസക്കാലമായി മനാഫ് ഷിരൂരിൽ തന്നെ തങ്ങുകയാണ്. ഷിരൂരിൽ പുഴയിൽ അടിഞ്ഞ മണ്ണ് നീക്കാൻ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. 1 കോടിയോളം രൂപ മുടക്കി ഗോവയിൽ നിന്ന് ആ യന്ത്രം എത്തിക്കണോ എന്നതിൽ തീരുമാനമായിട്ടില്ല. ആ തുക താൻ മുടക്കാമെന്ന് മനാഫ് പറഞ്ഞതായും ചില വാർത്തകളുണ്ട്. മണ്ണ് നീക്കിയാലും കാണാതായവരുടെ ശരീരം കിട്ടുമെന്ന് ഉറപ്പില്ലാതിരിക്കെ ലോറി ഉടമക്ക് ഇൻഷുറൻസ് കിട്ടാൻ സർക്കാർ വലിയ തുക മുടക്കണോ എന്നതിലാണ് ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ആശയക്കുഴപ്പം. ലോറിയുടെ വിലയേക്കാൾ കൂടുതൽ തുക ചെലവാക്കി ലോറിയുടെ അവശിഷ്ടം കണ്ടെത്താൻ മനാഫ് ശ്രമിക്കുന്നത് വെറും ഇൻഷുറൻസിന് വേണ്ടിയാണോ എന്നും ചില സംശയങ്ങൾ ചിലർ ആരോപിക്കും. ഷിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തം നടന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടും കാണാതായ 3 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. മലയാളിയായ ഡ്രൈവർ അർജുൻ, ഷിരൂരുകാരായ ജഗന്നാഥ്, ലോകേഷ് എന്നിവരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഗംഗാവലി പുഴയിലേക്ക് വീണവരുടെ ശരീരങ്ങൾ 8-10 കിലോമീറ്ററുകൾ അകലെ തീരത്ത് അടിഞ്ഞിരുന്നു. എന്നാൽ ബാക്കിയുള്ളവർക്കായി, ഒപ്പം അർജുൻ്റെ ലോറിക്കായും ഇപ്പോഴും ആ രക്ഷാദൗത്യം ചിലപ്പോഴൊക്കെ തുടരുകയാണ്. ഇതുവരെ പുഴയിൽ നടത്തിയ തെരച്ചിലിൽ ലോറിയുടെ ചില ലോഹഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത്. മനുഷ്യനെ ഇറങ്ങാൻ കഴിയാത്ത വിധമുള്ള സാഹചര്യം മാറിയതോടെയാണ് ഈശ്വർ മൽപേ വീണ്ടും തെരച്ചിൽ ആരംഭിച്ചത്. അതിനു പിന്നാലെ നാവികസേനയും തെരച്ചിലിനെത്തി. പക്ഷേ കാണാതായവരെ കണ്ടെത്താനായില്ല. കയർ കഷ്ണങ്ങളും ചില ലോഹഭാഗങ്ങളും മാത്രമാണ് ആകെ കിട്ടിയത്. ലോറി എങ്ങനെ കിടക്കുന്നുവെന്നോ ആളുണ്ടോ അതിൽ എന്നോ നോക്കാൻ 1 മാസം കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല. ടൺ കണക്കിന് മണ്ണും മരങ്ങളും പാറയും വന്ന് അടിഞ്ഞ ആ സ്ഥലത്ത് അതിനുള്ളിൽ ലോറിയോ ആളെയോ കണ്ടെത്താൻ മുങ്ങൽ വിദഗ്ധർക്ക് കഴിയില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇക്കാര്യം ഈശ്വർ മൽപേ തന്നെ തുറന്നു പറയുകയും ചെയ്തു. ഡ്രഡ്ജർ എത്തിച്ച് പുഴയിലെ മണ്ണ് നീക്കം ചെയ്യൽ മാത്രമാണ് ഇനി ഏക പോംവഴി. എന്നാൽ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാൻ 96 ലക്ഷത്തോളം രൂപ ചെലവാകുമെന്നാണ് അധികൃതർ പറയുന്നത്. ആ തുക താൻ നൽകാമെന്ന് മനാഫ് പറയുന്നു. അതോടെയാണ് മനാഫ് എന്തിനാണ് ഇത്രയും ഭീമമായ തുക മുടക്കുന്നതെന്ന ചോദ്യങ്ങൾ ഉയർന്നത്. എന്നാൽ തന്റെ ലോറിയെ സംബന്ധിച്ച് ഒരു അവസാന തീരുമാനത്തിലെത്താനും തന്റെ ജീവനക്കാരനായ അർജുൻ്റെ ദേഹമെങ്കിലും വീണ്ടെടുക്കണം എന്ന ഉദ്ദേശത്തിലുമാണ് മനാഫ് അവിടെ നിൽക്കുന്നത് എന്ന് വേണം കരുതാൻ. ചിലർ ആരോപിക്കുന്നത് പോലെ ലോറിയിൽ പണമോ സ്വർണമോ പോലെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളോ മറ്റോ ഉണ്ടായിരുന്നു എന്നതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ആ മലവെള്ളപ്പാച്ചിൽ നടന്നതിന് ശേഷം കണ്ടെത്താനുമാവില്ല. മനാഫ് അവിടെ നിൽക്കുന്നത് അർജുൻ എന്ന തൻ്റെ ജീവനക്കാരനെ എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിലും അത് ഉറപ്പുവരുത്താനും മാത്രമാണ് എന്ന് വേണം കരുതാൻ.